ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പറയുന്നത് നമ്മുടെ ജിയോഗ്രഫിയിലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ, നമ്മുടെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ബേസിക് കോൺസെപ്റ്റുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മക്കൾ എല്ലാവരും റെഡി ആണല്ലോടാ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ ആലോചിക്കാം. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കാടിനെയും അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വളരെ ഭംഗിയുള്ള ചാപ്റ്ററാണ്. പക്ഷേ നമുക്ക് ആദ്യം അറിയേണ്ടത് ആ ഒരു ചാപ്റ്റർ പഠിക്കണമെങ്കിൽ അത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. ഫസ്റ്റ് തിങ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് തന്നെ ഏതാണെന്ന് അറിയോ? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതാണ്. ആക്ച്വലി ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വാക്കിന് വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുതാക്കിയിട്ട് പറയാം. അത് രണ്ട് പീസസ് ആക്കിയിട്ട് പറയാൻ. ഒന്ന് ബയോയാണ്, രണ്ടാമത്തത് ഡൈവേഴ്സിറ്റി ആണ്. ഈ ബയോഡൈവേഴ്സിറ്റി, ഈ രണ്ട് വേർഡുകൾ കൂടിയിട്ടാണ് ബയോഡൈവേഴ്സിറ്റി ഉണ്ടായിട്ടുള്ളതിന്. അതിൽ ബയോ ദാറ്റ് മീൻസ് ബയോളജിക്കൽ എന്ന് നമുക്ക് ആലോചിക്കാം. ബയോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവനുള്ള ലിവിങ് തിങ്സ്. നമുക്ക് ജീവനുണ്ട്, സംശയമൊന്നുമില്ലല്ലോ. വി ആൾ ദ ഹ്യൂമൻ ബീങ്സ്, നമുക്കൊക്കെ ജീവനുണ്ട്. മാത്രമല്ല ആനിമൽസിന് ജീവനുണ്ട്, പ്ലാന്റ്സിന് ജീവനുണ്ട്. സംശയം വന്നു, പ്ലാന്റ്സിന് ജീവനുണ്ടോ? സംശയമുണ്ടോ? പ്ലാന്റ്സിന് ജീവനുണ്ട് എന്നതിന്റെ സംശയം നിങ്ങൾക്ക് ഒന്നും വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ വീടിന് മുമ്പിൽ നമ്മളൊരു ചെടി നടുന്നു വിചാരിക്കാം. ആ ചെടി നമ്മൾ നട്ടാൽ ആ എല്ലാ ദിവസവും ചെടി അതുപോലെയാണോ ഉണ്ടാവുക? അല്ല, അത് വളർന്നുകൊണ്ടേയിരിക്കും. അതേസമയം റോക്ക്, കല്ലുകൾ, പാറകളൊക്കെ ആണെങ്കിലോ അതുണ്ടായിരിക്കും? ഇല്ല, പാറ എല്ലാ ദിവസവും അതുപോലെ ആയിരിക്കും. അപ്പൊ പാറകൾക്കൊന്നും ജീവനില്ല, സ്റ്റോൺസിന് അങ്ങനെയുള്ളതിനൊന്നും ജീവനില്ല, റോക്സുകൾക്ക് ജീവനില്ല. പക്ഷെ പ്ലാന്റ്സിനും ആനിമൽസിനും ഹ്യൂമൻ ബീങ്സിനും എല്ലാത്തിനും എന്തുണ്ട്? ജീവനുണ്ട്. ഇതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ ബയോ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ. ഡൈവേഴ്സിറ്റി മീൻസ് വെറൈറ്റി എന്നാണ് പറയാം. വെറൈറ്റി, വി ഓൾ ദ വെറൈറ്റി തിങ്സ്. മനുഷ്യൻ മാത്രമാണോ ജീവനുള്ളതായിരിക്കണം എർത്തിലുള്ളത്? അല്ല, ഒരുപാട് വെറൈറ്റീസ് നമുക്കുണ്ട്. അപ്പൊ ഇതിനെയാണ് ആക്ച്വലി ബയോഡൈവേഴ്സിറ്റി എന്ന് പറയാം. സോ ദ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓർ ബയോഡൈവേഴ്സിറ്റി ബോത്ത് ആർ ദ സെയിം തിങ്. രണ്ടും ഒന്ന് തന്നെയാണ്. refers the variety of organism existed on the earth, their interrelationship and their relationship with the environment. ഇവയെല്ലാം എപ്പോഴും that was interrelated with the environment. ഏതുമായിട്ട് ഇന്റർറിലേറ്റഡ് ആ? എൻവറോൺമെന്റുമായിട്ട്, പ്രകൃതിയുമായിട്ട്. നമുക്ക് പ്രകൃതി ഇല്ലാതെ, നമ്മുടെ എൻവറോൺമെന്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പോസിബിളേ ആയിട്ടുള്ള കാര്യമില്ല. കാരണം വി ഹാവ് ടു ഇൻഹേൽ ദ ഓക്സിജൻ. ഓക്സിജൻ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രകൃതി വേണം. we needed the water. വെള്ളം വേണം. നമുക്ക് എക്സസ് ചെയ്യാൻ നിലനിൽക്കണമെങ്കിൽ സോയിൽ വേണം, മണ്ണ് വേണം. സോ ഇവ എല്ലാത്തിനെയും കൂടെ ഇന്റർലേറ്റ് ചെയ്തതാണ് ആക്ച്വലി ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഓൾ വി ഷുഡ് ബി സീൻ ഇൻ ദ ബയോസ്ഫിയർ. അതെല്ലാം നമുക്ക് കാണുന്നത് എവിടെയാ? ബയോസ്ഫിയർ. ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ എർത്ത്. എർത്തിന്റെ ഒരു പാർട്ടാണ്. അവിടെയാണ് ലിവിങ് ഓർഗാനിസം, നമ്മുടെ ജീവനുള്ള കാര്യങ്ങളെല്ലാം ജീവിക്കുന്നത് ബയോസ്ഫിയർ. സോ ബയോസ്ഫിയറിലാണ് ഏത് കാണാം? ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കാണാം. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ നമുക്ക് എന്താണ്? വി ആർ ഓൾവേസ് കണക്റ്റഡ് വിത്ത് ദ എൻവിറോൺമെന്റ്. നമ്മൾ എപ്പോഴും എന്തിനുമായിട്ട് കണക്റ്റഡ് ആണ്? എൻവിറോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് മക്കൾ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ബയോഡൈവേഴ്സിറ്റീസിന്റെ ഒരു എക്സാമ്പിൾസ് ആണ്. ഇവയല്ല നമ്മളെ കാണുന്ന ബാക്ടീരിയസ് നമ്മൾ കാണൂല അല്ലെ? വളരെ മൈന്യൂട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ മൈക്രോസ്കോപ്പിക് വ്യൂസിലൂടെ എല്ലാം നമ്മൾ കാണുന്ന ബാക്ടീരിയാസിൽ തുടങ്ങിയിട്ട്, പ്ലാന്റ്സിൽ തുടങ്ങിയിട്ട്, വലിയ വലിയ ആനിമൽസിൽ തുടങ്ങിയിട്ട് ഇന്ന് ഈ കാണുന്ന നമ്മളെല്ലാവരും ഇസ് ഓൾ ആർ ദ പാർട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നമ്മളെല്ലാം എന്തിന്റെ പാർട്ടാണ് മക്കളെ? ബയോഡൈവേഴ്സിറ്റിന്റെ പാർട്ടാണ്. ഇസ് ഇറ്റ് ക്ലിയർ നൗ? ഓക്കെ, റെഡി ആണ് എങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവയുമായിട്ട് ഡിപ്പെൻഡന്റ് ആണ്. നമ്മൾ എപ്പോഴും ഡിപ്പെൻഡന്റ് ആണ്. ഹ്യൂമൻ അലോങ് ദ ലിവിംഗ് ഓർഗാനിസം ഇസ് എ കോംപ്ലക്സ് വെബ്. ഇവയെല്ലാം ഒരു എക്കോളജിക്കൽ സിസ്റ്റവുമായിട്ട് കോംപ്ലക്സ് വെബ്, ഭയങ്കരമായിട്ട് സങ്കീർണമായിട്ട് കൂടി നിൽക്കുന്നുണ്ട്. നമ്മുടെ ഒരു എക്കോളജിക്കൽ സിസ്റ്റം, നമ്മുടെ ഒരു എൻവിറോൺമെന്റ് ഇങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ we needed all the things. നമ്മൾ ഫുഡ് ചെയിൻ ഒക്കെ പഠിച്ചിട്ടില്ല? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കേട്ട വാക്കായിരിക്കും ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കാണ്ട് ഈ പുഴു നമുക്കിവിടെ എന്തിനാ? ഒരു പക്ഷെ നമുക്ക് പുഴുവിന് ആവശ്യമുണ്ടാവില്ല, പക്ഷെ പുഴുവിൽ നിന്ന് നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടാനുണ്ടായിരിക്കും. നമ്മളെ നാട്ടിൽ നമ്മുടെ ഇപ്പൊ മണ്ണിലുള്ള പുഴുക്കളാണ്. നമ്മൾ മനുഷ്യരെങ്ങാനും മരിച്ചു പോയാൽ മണ്ണിലെങ്ങാനും കുഴിച്ചിട്ടാൽ അവയെ ഇല്ലാതാക്കുന്നത് ആരാണ്? ഈ പുഴുക്കളും മറ്റും ബാക്ടീരിയാസും എല്ലാം കൂടിയിട്ടാണ്. സോ ഇവയെല്ലാം നമുക്ക് എന്ത് ചെയ്യാണ്? നിർബന്ധമായിട്ടും വേണ്ടതാണ് എന്ന് നമ്മൾ അറിഞ്ഞു വെക്കണം. ഹ്യൂമൻസ് ആർ വെരി മച്ച് ഡിപ്പെൻഡന്റ് ഓൺ ദിസ് സിസ്റ്റം. മനുഷ്യനാണ് ഈ സിസ്റ്റവുമായിട്ട് ഏറ്റവും ഡിപ്പെൻഡന്റ്. മറ്റു മൃഗങ്ങളെക്കാളും കൂടുതൽ, മറ്റ് ഏത് ആനിമൽസിനെക്കാളും കൂടുതൽ നമ്മളാണ് ഏറ്റവും ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളത്. സോ വി ഹാവ് ടു സേ ദിസ് വൺ. നമുക്ക് അങ്ങനെയാണെന്ന് ഇതിനെ ഇങ്ങനെ പറയാം: ദ ഹ്യൂമൻ ബീങ്സ് ആർ വെരി മച്ച് ഡിപ്പെൻഡ്
മനുഷ്യൻ എന്ന് പറയുന്ന ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് that was very much depend the ecological system. നമ്മുടെ ഈ എൻവറോൺമെന്റുമായിട്ട് നമ്മുടെ ഈ എക്കോളജിക്കൽ സിസ്റ്റമായിട്ട് the human beings are very much dependent. മനുഷ്യൻ ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ് for their own survival. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ടാ, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാ. നമുക്ക് ശ്വാസം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻഹെയിൽ ചെയ്യണമെങ്കിലും എക്സെയിൽ ചെയ്യണമെങ്കിലും we needed the air. നമുക്ക് എയർ വേണം. നമുക്ക് തേഴ്സ്റ്റ് വന്നാൽ, നമുക്ക് ദാഹം വന്നാൽ we needed the water, we needed the food and all the things we should be only get from the environment. We should be only get the ecological system. നമുക്ക് വേണ്ട ഭക്ഷണമായിക്കോട്ടെ, നമുക്ക് താമസിക്കാനുള്ള സ്ഥലമായിക്കോട്ടെ, all the things, നമുക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് എവിടുന്നാ മക്കളെ? എക്കോളജിക്കൽ സിസ്റ്റത്തിൽ നിന്നാണ് മക്കൾ അറിഞ്ഞു വെക്കണം. സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഹ്യൂമൻ ബീങ്സ് ആർ ഡിപ്പെൻഡന്റ് ഓൺ ദ എയർ. നമ്മൾ മനുഷ്യൻ എന്തിനുമായിട്ട് ഡിപ്പെൻഡന്റ്? എയർ വേണം. നമുക്ക് എയർ വേണ്ടേ? ഓക്സിജൻ വേണ്ടേ? ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ഞാനിപ്പോ സംസാരിക്കുന്ന സമയത്തും നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന സമയത്തും എത്ര പ്രാവശ്യം മക്കളെ നമ്മൾ അറിയാതെ ഓക്സിജൻ നമ്മൾ ഇൻഹെയിൽ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എമിറ്റ് ചെയ്ത് പോയത്, എക്സൈൽ ചെയ്ത് പോയത്. സോ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. അതുപോലെ തന്നെ we need the water. നിർബന്ധമല്ലേ? we need the soil. നമുക്ക് മണ്ണ് വേണം. അപ്പൊ അതിനെല്ലാം വേണ്ടിയിട്ട് we need the plants. പ്ലാന്റ്സ് ഉണ്ടെങ്കിലല്ലേ എയർ, ഫ്രഷ് എയർ നമുക്ക് കിട്ടുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്ലാന്റ്സ് വലിച്ചെടുക്കും, ഓക്സിജനെ നമുക്ക് തിരിച്ചു തരും. ആ ഓക്സിജൻ തരണമെങ്കിൽ നമുക്ക് ആര് വേണം? പ്ലാന്റ്സ് വേണം. അതുപോലെ തന്നെ we need the animals. നമുക്ക് ഇവിടെ ആനിമൽസ് വേണടാ. എല്ലാ മൃഗങ്ങളും നമുക്ക് വേണം. മാത്രമല്ല മൈക്രോ ഓർഗാനിസം, ചെറിയ ചെറിയ ബാക്ടീരിയാസിൽ അടങ്ങുന്ന, അമീബയിൽ അടങ്ങുന്ന മൈക്രോ ഓർഗാനിസം നമുക്ക് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് വേണം. സോ ഹ്യൂമൻ ബീങ്സ് ആർ ഡിപ്പെൻഡന്റ് എയർ, വാട്ടർ, സോയിൽ ആൻഡ് മോറോവർ we need the plants, animals and microorganism. സോ മക്കളെ, ഇങ്ങനെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറയാം. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനിടയിൽ 10ാം ക്ലാസ്സിൽ CBSE പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് ആക്ച്വലി സൈനത്തിന്റെ അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് വെരി മച്ച് ഇമ്പോർട്ടന്റ് ടു യു ഓൾ. കാരണം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഓരോ സെഷനുകളും കിട്ടണമെങ്കിൽ നിങ്ങൾ സംശയിക്കുന്നുണ്ടായിരിക്കും, സാർ ഈ യൂട്യൂബ് ക്ലാസ്സസും നമ്മുടെ ആപ്പിലെ ക്ലാസ്സസും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. നമ്മുടെയൊക്കെ നിങ്ങൾക്ക് പബ്ലിക് ലൈവിലൊക്കെ നിങ്ങൾക്ക് വരാനുള്ളതാണ്. സോ അവിടെ നിങ്ങൾ കാണും, നമ്മൾ യൂട്യൂബിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു സെഷന് കൊണ്ട് എടുക്കുന്ന ഒരു ചാപ്റ്റർ ആപ്പിൽ നമ്മൾ എടുക്കാറുള്ളത് 5ഉം 6ഉം 7ഉം സെഷൻ വെച്ചിട്ടാണ്. എന്നുവെച്ചാൽ അത്രയും ഡീറ്റെയിൽ ചെയ്ത്, പ്രത്യേകിച്ച് നിങ്ങളെല്ലാം CBSE മക്കളാ. CBSE NCERT ടെക്സ്റ്റ് ബുക്കിലെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് വെച്ചിട്ടാണ് ആക്ച്വലി ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അതിൽ പല ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറ്. ഈ ക്വസ്റ്റ്യനുകൾ നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നെല്ലാം അറിയാനുള്ള ഒരു ബാച്ചാണ് സൈനത്തിന്റെ അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. സോ അതിനുള്ള ഫീച്ചേഴ്സുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഈ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. വളരെ ചെറിയ ഫീ മാത്രമേ ഉള്ളൂ. 3499 എന്ന് പറയുന്ന ചെറിയ ഫീ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ വരുന്നുള്ളൂ. ജോയിൻ ചെയ്യാനുള്ള ആളുകൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് 9995400800 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. നമുക്ക് അവിടെ കാണണം, നമ്മുടെ ആപ്പിൽ കാണണം. ആപ്പിൽ നമുക്ക് ഒരുപാട് സംസാരിക്കാനാണ്. നമ്മുടെ സൈലത്തിന്റെ അസ്ത്രയിലേക്ക് ഇങ്ങോട്ട് കയറി പോരണം. അസ്ത്രക്കാർ, ഇത് അസ്ത്ര കാണുന്ന അസ്ത്രയിലെ ബാച്ചിലുള്ള മക്കളുണ്ടായിരിക്കും. അവർ നമ്മുടെ അസ്ത്രയുടെ പവർ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കാണിക്കുന്നതാണ്. സോ നമ്മൾ പറഞ്ഞു വന്ന ബയോഡൈവേഴ്സിറ്റി ആണ്. സോ ബയോഡൈവേഴ്സിറ്റി എല്ലാം വേണമെന്ന് പറഞ്ഞു. അതിൽ നമുക്ക് അറിഞ്ഞു വെക്കേണ്ട 2 വേർഡുകളാണ് ഫ്ലോറ ആൻഡ് ഫോന എന്ന് പറയുന്ന 2 വേർഡ്. എന്താ ഈ ഫ്ലോറയും ഫോനയും? സിമ്പിളാ. ആക്ച്വലി ഫ്ലോറ എന്ന് പറഞ്ഞാൽ we should study this word only. Plants, that all the plants. പ്ലാന്റ്സിനെ വിളിക്കുന്ന പേരാ. നമ്മൾ ബയോഡൈവേഴ്സിറ്റിയിൽ 2 തരം കാര്യങ്ങളല്ലത്. ദാറ്റ് വാസ് എ ഫ്ലോറ ആൻഡ് ഫോന. നമ്മൾ ബയോഡൈവേഴ്സിറ്റിയിൽ ഫ്ലോറയും ഫോനയുമായുള്ളത്. അല്ല, ഫ്ലോറയും ഫോനയിലും ഫ്ലോറ എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് എ പ്ലാന്റ്. പ്ലാന്റുകളെയാണ് ഫ്ലോറ എന്ന് വിളിക്കുക. അതേസമയം ഫോന എന്ന് പറയുന്ന സമയത്ത് വി ഹാവ് ദ ആനിമൽസ്. മൃഗങ്ങളാ. അപ്പൊ മനുഷ്യനെയില്ല വരിക. മനുഷ്യൻ എന്തായാലും പ്ലാന്റ് അല്ല, സംശയമൊന്നുമില്ലല്ലോ. സോ ഹ്യൂമൻ ബീങ്സ് ദാറ്റ് ആർ ദ ഫോന. അത് ഫോനയാണ്, അത് സംശയമൊന്നും വേണ്ട. മനുഷ്യനൊക്കെ ഫോനയിലാണ് വരുന്നത്. എന്നാൽ പ്ലാന്റ്സുകൾ മാത്രമാണ് ഇത് ഫ്ലോറയിൽ വരുന്നത്. 2 പിക്ചേഴ്സുകൾ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേസമയം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇന്ത്യ നമ്മൾ പറയാറുണ്ട് ദാറ്റ് വാസ് ഹൈലി ഡൈവേഴ്സിഫൈഡ്. ഭയങ്കരമായിട്ട് ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ്. നമ്മുടെ കൾച്ചറിലായിക്കോട്ടെ, നമ്മുടെ ലാംഗ്വേജിലായിക്കോട്ടെ, നമ്മുടെ കസ്റ്റംസിലായിക്കോട്ടെ, നമ്മുടെ എല്ലാ സ്റ്റൈൽസിലും, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ഡ്രസ്സിങ്സ്, എവറിത്തിങ് ഇസ് ഡിഫറെന്റ്. മാത്രമല്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു വലിയ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യമാണ്. വലിയ എക്സ്ട്രീം ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ളതാണ്. ഇന്ത്യ ഇസ് എ വാസ്റ്റ് അറേ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇന്ത്യ ഭയങ്കരമായിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. ഇന്ത്യയിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ എത്ര ആനിമൽസ് നമുക്ക് കാണാൻ പറ്റുന്നത്.
ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ആ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട ആനിമൽസും മൃഗങ്ങളും പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. കാരണം അത്രയും വെറൈറ്റി ആയിട്ടൊരു രാജ്യം മറ്റൊന്നുണ്ടോ എന്ന് പോലും നമ്മൾ ഡൗട്ട് ആണ്. അതുപോലെ തന്നെ ട്വൈസ് ഓർ ത്രൈസ് ഓഫ് സ്പീഷീസ് yet to be discovered. ഇപ്പൊ നമ്മൾ കണ്ടെത്തിയ സ്പീഷീസിൽ തന്നെ ട്വൈസ് ഓർ ത്രൈസ് മൂന്ന് മടങ്ങോ 2 മടങ്ങോ അധികം ഇനിയും വി ഷുഡ് ഹാവ് ടു ഡിസ്കവർ, നമ്മൾ ഇനിയും കണ്ടെത്താൻ കിടക്കുന്നു. സോ ഇന്ത്യയിലുള്ള എല്ലാം നമ്മൾ കണ്ടെത്തി എന്നുള്ള അഹങ്കാരമൊന്നും നമുക്ക് വേണ്ട. ഇനിയും നമ്മൾ ഡിസ്കവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ നമുക്ക് ഇങ്ങനെ പറയാം, ഫ്ലോറയും ഫോണയും നമ്മൾ വിളിച്ചു ഫ്ലോറ ഫോന ദാറ്റ് വാസ് വെരി മച്ച് ഇമ്പോർട്ടന്റ് ഫോർ ദ സർവൈവൽ. അവ നമ്മുടെ സർവൈവലിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ തന്നെ ദേ ആർ അണ്ടർ ദ സ്ട്രെസ്, അവ വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അവ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അണ്ടർ ദ സ്ട്രെസ് എന്ന് പറയുന്ന സമയത്ത് അതാ നമ്മൾ സ്ട്രെസ് ആണെന്ന് പറയുന്നത്, നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ നമ്മൾ പറയാറുള്ളത്. അതുപോലെ നമ്മുടെ ഓൾ ദ ഫ്ലോറ ആൻഡ് ഫോന, നമ്മുടെ എർത്തിലുള്ള എല്ലാ ഫ്ലോറയും ഫോണയും ആക്ച്വലി ദേ വർ അണ്ടർ ദ സ്ട്രെസ്, അവ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക, അവ ഇല്ലാതായിക്കൊണ്ടിരിക്കുക, ഭൂമി എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുക. സോ വി ഹാവ് ടു കൺസേർവ് ദം, നമ്മ അവയെ സംരക്ഷിക്കണം, കൺസേർവ് ചെയ്യണം, വി ഹാവ് ടു പ്രൊട്ടക്ട് ദം. എന്തിന് എന്ന് ചോദിച്ചാൽ വൈ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പരീക്ഷ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വൈ നീഡഡ് ടു കൺസേർവ് ദിസ് വൺ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വി ഹാവ് ടു റൈറ്റ് ദിസ് വൺ ടു പ്രിസർവ് ദ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. നമുക്കൊരു എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ഇവിടെ ഉണ്ടാവാൻ വേണ്ടി, എല്ലാമുള്ള ഒരു ഭൂമി, ഒന്നും നഷ്ടമാവാത്ത, എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഭൂമി, ഒരു പ്രിസർവ് ദ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ടാവാൻ വേണ്ടി, ടു പ്രിസർവ് ദ എയർ വാട്ടർ സോയിൽ, നല്ല എയർ ഉണ്ടാവാൻ വേണ്ടി, വാട്ടർ ഉണ്ടാവാൻ വേണ്ടി, സോയിൽ ഉണ്ടാവാൻ വേണ്ടി, വി ടു പ്രിസർവ് ദ ജെനറ്റിക്കൽ ഡൈവേഴ്സിറ്റി, നമ്മുടെ ജെനറ്റിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ടാവാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഈ ഡൈവേഴ്സിറ്റീസ് എല്ലാം തന്നെ വി നീഡ്, നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടതാണ്. ഒരു കാരണവശാലും നമ്മൾ എർത്തിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ചെയ്യാൻ പാടില്ലാത്ത, ഒഴിവാക്കി വെക്കാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മളൊക്കെ ആലോചിക്കും, അപ്പൊ ഇന്ന മൃഗം എന്തിനാ സാർ, ഇന്ന മൃഗം എന്തിനാ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടാവും. ഈ ഡൗട്ടുകളെല്ലാം നമ്മുടെ ലൈവ് സെഷനുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. സോ മക്കളെ, ഇന്ന് നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ ബേസ് ആണ് എന്താണ്. ആദ്യം ബയോഡൈവേഴ്സിറ്റി എന്ന് അറിഞ്ഞു വെക്കണം. സെക്കൻഡ് തിങ് ഫ്ലോറയും ഫോണയും അറിഞ്ഞു വെക്കണം. അത് എന്തിനാണ് നമ്മൾ കൺസേർവ് ചെയ്യുന്നത്, നമ്മൾ എന്തിനാണ് അവയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. പ്രൊജക്ട് ടൈഗർ പോലെയുള്ള പ്രൊജക്ട് ഇവ എന്തിനാണ് എന്ന് നമ്മൾ അറിഞ്ഞു വെക്കണം. ആ കാര്യം മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇനി നമ്മൾ അതിന്റെ കൺസർവേഷൻ പ്രൊജക്ടുകളായിക്കോട്ടെ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനായിക്കോട്ടെ, ഇവയെല്ലാം നമുക്ക് അടുത്ത സെഷനുകളിലൊക്കെ വീണ്ടും കാണാം. സോ മക്കളെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മക്കൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെല്ലാവരും നിങ്ങളുടെ കമന്റ് ബോക്സ് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടോ, കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ എന്നല്ലേ. സോ മക്കളെ, ഇതുപോലത്തെ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.